ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. അലക്സ് പെരേര വേഴ്സസ് അങ്കിളായവ് UFC 313 മാർച്ച് 8 വിമൻസ് ഡേയുടെ അന്ന് തന്നെ വയലൻസ് ആണല്ലോ. എനിവേ, അലക്സ് പെരേര വേഴ്സസ് അങ്കിളായവ് നമ്മളെല്ലാവരും കുറേ കാത്തിരുന്ന ഫൈറ്റാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് അങ്കിളായവ് അലക്സ് പെരേരയുടെ പുറകെ ഡക്കെന്ന് കളിച്ചുകൊണ്ട് നടക്കുന്നു. എന്തായാലും ഫൈനലി അത് നടക്കുകയാണ്. അലക്സ് പെരേര വേഴ്സസ് റൗണ്ട്രി ഫൈറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പലരും ഒന്ന് ഞെട്ടിയതാണ്. അടുത്തത് റൗണ്ട്രി, അങ്കിളായവിനെ സ്കിപ്പ് ചെയ്തിട്ട് എന്തിനാണ് റൗണ്ട്രിക്ക് കൊടുത്തതെന്നൊക്കെ നമ്മൾ പലരും ചോദിച്ചതാണ്. പക്ഷേ എനിവേ അതൊരു നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. അതായത് സ്റ്റൈലിസ്റ്റിക് മാച്ചപ്പ് എന്നുള്ള രീതിയിൽ നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. അന്നേരം അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ഊഴം അങ്കിളായവിൻ്റെയാണ്. അന്നേരം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അങ്കിളായവ് വേഴ്സസ് പെരേര പോകുന്നതെന്ന്. നമുക്ക് ഫൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വളരെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റ്. MMA ഇൻ ജനറൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് മിനിറ്റ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരൊറ്റ ഹെഡ് കിക്ക് മതി ജീവിതം മാറാൻ. അത് നമ്മൾ കമാറിൻ്റെ കേസിൽ കണ്ടതാണ്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ആര് ജയിക്കും തോക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു അനാലിസിസ് നടത്തി നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അതായത് എങ്ങനെയൊക്കെയാണ് സ്റ്റൈലിസ്റ്റിക്കലി ആർക്കാണ് എവിടേക്കാണ് അപ്പർ ഹാൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കി ഒരു ഊഹം പറയാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഫാൻസും ഒബ്വിയസ്ലി അലക്സ് പെരേരയുടെ സൈഡിലാണ്. പിന്നെ ഈ പറയുന്ന ഡാഗിസ്ഥാൻ ഫാൻസൊക്കെ ഉണ്ട് അങ്കിളായവിൻ്റെ സൈഡിലേക്ക്. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സ്കിൽ വൈസ് ശരിക്കും അങ്കിളായവ് ജയിക്കണം എന്നാണ് ആഗ്രഹം. കാര്യം പെരേരയേക്കാളും ഫാർ മോർ സ്കിൽഡാണ് അങ്കിളായവ്. അതിപ്പം താടി കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പം പുള്ളി ഗ്രീക്കോ റോമൻ റെസ്ലറൊക്കെ ആണെങ്കിലും പ്രിഡോമിനൻ്റ്ലി നല്ല ബോക്സിങ് ആണ് യൂസ് ചെയ്യുന്നത്. എത്ര വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്കിളായവ് റെസ്ൽ ചെയ്യുന്നത്? അന്നേരം സ്കിൽ വൈസ് അങ്കിളായവ് വേ ബെറ്ററാണ്. ബട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പെരേര ജയിക്കണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെരേര UFC ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പം. അന്നേരം അത്രയും ഒരു ഓറയോടെ ആ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അന്നേരം അങ്കിളായവായിട്ട് ഫൈറ്റ് ചെയ്ത് അങ്കിളായവിനെ ഇപ്പോൾ ഒരാൾ ജയിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്കിളായവ് ശരിക്കും പെരേര ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. പക്ഷെ അങ്കിളായവ് അതിൻ്റെ കൂട്ടുമല്ല. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് മാത്രമല്ല പബ്ലിക്കലി പുള്ളി അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ വളരെ കുറവാണ്. പിന്നെ പുള്ളിയുടെ സൗണ്ടായിട്ട് ആകെ നമ്മൾ കേൾക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ട്വിറ്ററിൽ ഇതുപോലെ നമ്മൾ ഈ പുറത്ത് കാണുന്ന അങ്കിളായവേ അല്ല ട്വിറ്ററിലാകെ കംപ്ലീറ്റ് വയലൻസ് ആണ്. അതായത് കൊല്ലും തിന്നും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം മൊത്തം. പക്ഷേ നമുക്കതറിയാം, അത് അങ്കിളായവ് പറയുന്നതല്ല, പകരം മാനേജർ അലി അബ്ദുൽ അസീസ് എഴുതി വിടുന്നതാണെന്നൊക്കെ നമുക്കറിയാം. അന്നേരം അങ്കിളായവിൻ്റെ മുഖവും അലി അബ്ദുൽ അസീസിൻ്റെ സൗണ്ടും ഉള്ള ഒരാളായിരിക്കും പിന്നീട് UFC ചാമ്പ്യനായിട്ട് വരുന്നത്. അത് എനിക്ക് അത്ര ഒരു താല്പര്യമുള്ള കാര്യമല്ല. അതായത് ആ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ദേഷ്യം വരുന്ന രീതിയിലാണ്. അതായത് ഇപ്പം അലക്സ് പെരേര ഈ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന വഴി ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുകയാണ് എന്ന് പറയുക. പിന്നെ അതിനേക്കാളും അലക്സ് പെരേര വെറും ഒരു ടയർ ഷോപ്പ് എംപ്ലോയി ആണെന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറയുക. അതൊന്നും അത്ര നല്ല മെസ്സേജ് അല്ലല്ലോ. ഇവർ തന്നെ വലിയ കാര്യത്തിൽ ഹമ്പിൾ എന്നൊക്കെ ക്ലെയിം ചെയ്തിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർ ശരിക്കും അവരെ തന്നെ കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണ്. ഒബ്വിയസ്ലി എനിക്ക് അങ്കിളായവ് അല്ലത് എഴുതി വിടുന്നത്, പക്ഷേ അലി അബ്ദുൽ അസീസ് ആണ്. ഇപ്പം ഒരു ചാമ്പ്യൻ ഓറയല്ല അതൊന്നും. ആ ഒരു കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് ശരിക്കും അലക്സ് പെരേര ജയിക്കണം എന്നാണ് ആഗ്രഹം. എസ്പെഷ്യലി അലക്സ് പെരേര റിപ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ ഒരു ഡള്ളാവും, ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പെരേര ജയിക്കണം എന്നാണ്. അന്നേരം അങ്ങനെ അല്ലാതെ സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ അങ്കിളായവ് ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഇനി ആർക്കാണ് ഇവിടെ അപ്പർ ഹാൻഡ് എന്ന് നമുക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ ഇപ്പോൾ പെരേരയുടെ കേസ് വരുമ്പം പെരേര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും നാളും പെരേര ഇപ്പോൾ ആരോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഇപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഇതുപോലെ പോളും കാര്യങ്ങളൊക്കെ ഇടും ആര് ജയിക്കും എന്നുള്ള രീതിയിൽ പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഖലീൽ റൗണ്ട്രി ഫൈറ്റ് ഒഴികെ ബാക്കി ഒരൊറ്റ ഫൈറ്റിൽ പോലും പെരേര ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലായ്പ്പോഴും ഇപ്പം ഗിരി പ്രഭാസ്കര ഫൈറ്റ് ആണെങ്കിലും ജവഹർ ഹിൽഡിൻ്റെ ഫൈറ്റ് ആണെങ്കിലും എപ്പോഴും ഞാൻ പെരേരയ്ക്ക് എതിര് നിൽക്കുന്ന ആളായിരിക്കും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പെരേര ജയിക്കുന്നത് എനിക്ക് പലപ്പോഴും ഒരു സെൻസ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ മറ്റ് ചില UFC ചാമ്പ്യൻസിനെ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇസ്ലാം മഖാച്ചേവിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കരുതില്ല, അതായത് ഇസ്ലാം മഖാച്ചേവിനെ ആര് തോൽപ്പിക്കും, എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതായത് പ്രത്യേകിച്ച് യാതൊരു വിസിബിൾ വീക്ക്നെസ് സ്ട്രൈക്കിങ് റെസ്ലിങ് എല്ലാം കൊണ്ടും ആ ഒരു കംപ്ലീറ്റ് ഫൈറ്റർ എന്നുള്ള ഒരു നിലയിൽ നിൽക്കുന്ന ആളല്ലേ ഇസ്ലാം മഖാച്ചേവ്. അതായത് നമ്മൾ വിചാരിക്കും ഇസ്ലാം മഖാച്ചേവിനെ ആര് തോൽപ്പിക്കാനാണ് എന്ന് വിചാരിക്കത്തില്ലേ? അതിന് ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇലിയ ടൊപ്പൂര് നമ്മൾ വിചാരിക്കുന്നത് ഇലിയ ടൊപ്പൂര് ഫെദർ വെയ്റ്റിൽ ആര് തോൽപ്പിക്കാനായിനി? ഇപ്പം ഗ്രീക്കോ റോമൻ റെസ്ലിംഗ് ആണ്, അതിനൊപ്പം തന്നെ കയ്യിൽ ഡൈനാമിക്സ് വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വീക്ക്നെസ്സും ഇല്ല, എല്ലായിടത്തും സ്ട്രോങ് ആണ്.
അതുപോലെ നമ്മൾ ഹെവി വെയിലോട്ട് നോക്കുകയാണെങ്കിൽ അസ്പിനാലിൻ്റെ കേസ്. അസ്പിനാൽ ഇതുപോലെയാണ്, ബ്ലിറ്റ്സ് ഇതാണ് കയറി വരുന്നത്. അതും വെൽട്ടർ വെയ്റ്റിൻ്റെ കൂട്ടാണ് പുള്ളി മൂവ് ചെയ്യുന്നത്. ഭയങ്കര നല്ല സൈസാണ്, സ്ട്രെങ്ത് ആണ്, ഗ്രൗണ്ടിൽ എല്ലാം കിടിലമാണ്. അതിന് അവിടെ ഒരു ലൂപ്പ് ഹോൾസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു വീക്ക്നെസ്, വിസിബിൾ വീക്ക്നെസ് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ബട്ട് നമ്മൾ ഈ പെരേരയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ പെരേര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് പെരേരയ്ക്ക് ഇഷ്ടം പോലെ വീക്ക്നെസ്സുകളുണ്ട്, അതായത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം പെരേര ജയിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഇപ്പം പലർക്കും പല ഇതായിരിക്കും, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പെരേര എങ്ങനെയൊക്കെ ജയിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതായത് പെരേര ഈസി വരെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് പെരേരയുടെ ഈ പറയുന്ന ടേക്ക് ഡൗൺ ഡിഫൻസ് മോശമാണ്, റെസ്ലിംഗ് മോശമാണ്. എന്നാൽ പെരേരയ്ക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രൈക്കിങ്ങിനാണ്. ഇപ്പം നല്ല പ്രിസിഷനിൽ ഇടിയാവട്ടെ, അതുപോലെ തന്നെ ആ സ്ക്വയർ ചെയ്ത് നിൽക്കുന്ന രീതി ബാക്കിയുള്ളവർക്ക് ഭയങ്കര അൺകംഫർട്ടബിളാണ്. മാത്രമല്ല ഈ കിക്സ് സ്നീക്ക് ഇൻ ചെയ്യാൻ പെരേരയ്ക്ക് അസാധ്യ കഴിവാണ്. അതായത് ആ കിക്ക് വരുന്നത് നമ്മൾ കാണത്തില്ല അവിടെ. അതുകൊണ്ടാണ് മറ്റേ ഇരി പ്രഹാസ്കയുടെ കേസിൽ അത് പറ്റിയത്. ഇപ്പം ആദ്യമേ നോക്കൗട്ട് ഇടി കൊണ്ട് വീണ്, അത് കഴിഞ്ഞിട്ട് കിക്ക് കൊണ്ട് വീണു. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പെരേരയുടെ സ്ട്രൈക്കിംഗ് ഒരു രക്ഷയില്ല. പക്ഷേ പെരേരയുടെ ഗ്രൗണ്ട് ഗെയിം അല്ലെങ്കിൽ റെസ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മേജർ ലൂപ്പ് ഹോളാണ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഞാൻ മിക്കവാറും ഇപ്പം ജവഹർ ഹില്ലിൻ്റെ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഹില്ല് ജയിക്കുമെന്നാണ് കരുതിയത്. ബട്ട് എന്നാലും പെരേര ജയിച്ചു. അന്നേരം കറക്റ്റിലെ കൈവാക്കിന് കിട്ടുന്നതെന്നുള്ള രീതിയിലാണ്. അന്നേരം അതാണ് അവിടെ ഒരു, ഞാൻ അതുകൊണ്ട് പലപ്പോഴും പെരേര അങ്ങനെ ചൂസ് ചെയ്യാറില്ല. ഇനി നമ്മൾ അങ്കലൈവിലേക്ക് വരികയാണെങ്കിൽ, അങ്കലൈവ് റെസ്ലർ ആണെങ്കിലും പുള്ളി പ്രിഡോമിനൻ്റ്ലി സ്ട്രൈക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പുള്ളി ബോക്സിംഗ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കറാണ്. പുള്ളിയുടെ ഫിനിഷേഴ്സൊക്കെ ഒന്ന് കാണണം, ബ്യൂട്ടിഫുള്ളാണ്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സ്കിൽഡാണ്. അതിന് പക്ഷേ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഇവർ രണ്ടുപേരും യാൻ ബ്ലഹോവിക്കായിട്ടുള്ള ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പെരേരയായിട്ടുള്ള ഫൈറ്റിലാണെങ്കിൽ യാൻ ബ്ലഹോവിക്കാണ് അവിടെ റെസ്ലിങ്ങിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് റെസ്ൽ ചെയ്യാൻ നോക്കുന്നത്, ആദ്യമേ തന്നെ പോയി കയറി സബ്മിറ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന അങ്കലൈവ് വേഴ്സസ് യാൻ ബ്ലഹോവിക് ഫൈറ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ അങ്കലൈവ് ആണ് കൂടുതലും ഈ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്ൽ ചെയ്യാൻ നോക്കുന്നത്. അതും അങ്കലൈവ് ആദ്യമേ പോയി റെസ്ൽ ചെയ്യുകയൊന്നും ചെയ്തതല്ല. പകരം യാൻ ബ്ലഹോവിക്ക് കണ്ടിന്യൂസ്ലി കിക്ക് ചെയ്ത് കാലൊരു പരുവായി അവസാനം കാലിന് വർക്ക് ചെയ്തില്ലെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് നേരെ ടേക്ക് ഡൗൺ ചെയ്യാനും റെസ്ൽ ചെയ്യാനും പോയത്. അന്നേരം ഇവിടെ ശരിക്കും ഈ പെരേര വേഴ്സസ് അങ്കലൈവ് നോക്കുകയാണെങ്കിൽ ക്ലിയർ റെസ്ലിംഗ് അഡ്വാൻറ്റേജ് അങ്കലൈവിനാണ്. പിന്നെ സ്ട്രൈക്കിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അങ്കലൈവ് ഒട്ടും മോശമല്ല. പെരേരയുടെ ആ ഒരു ടച്ച് ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു നോക്കൗട്ട് പവർ ചിലപ്പം കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അങ്കലൈവ് ഒട്ടും മോശമല്ല. പിന്നെ ഇവിടെ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അങ്കലൈവിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ, നമ്മൾ യാൻ വേഴ്സസ് അങ്കലൈവ് ഫൈറ്റിൽ കണ്ടതാണ്. യാൻ അങ്കലൈവിൻ്റെ കാല് കിക്ക് ചെയ്തൊരു പരുവാക്കിയതായിരുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ അങ്കലൈവ് ഒരു രക്ഷയില്ലാഞ്ഞിട്ടാണ് അവസാനം എടുത്ത് റെസ്ൽ ചെയ്യാൻ പോയത്. അതിന് ഈ ഒരു പെരേര ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു നിർണായകമായിരിക്കും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പെരേര ലെഗ് കിക്ക് ചെയ്യുന്നതിൽ ലെഗ് കിക്ക് എന്ന് മാത്രമല്ല, കിക്ക് ചെയ്യുന്നതിൽ ഇൻ ജനറൽ അസാമാന്യ കഴിവാണുള്ളത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പെരേര നേരത്തെ പറഞ്ഞില്ല, സ്ക്വയർ ചെയ്ത് നിൽക്കുന്ന രീതി ഭയങ്കര വിയേഡാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെരേരയുടെ കിക്സ് വരുന്ന കാണത്തില്ല. മറ്റേ ഇരി ഫൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ പെരേരയുടെ കിക്ക് വരുന്ന കാണത്തില്ല. അന്നേരം ഈ അങ്കലൈവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അങ്കലൈവ് ഈ ബോക്സിംഗ് ആണ്. അന്നേരം ആ ഒരു ഫ്രണ്ട് ഫുട്ട് ഹെവി ആയിട്ടാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് അങ്കലൈവ് ഫൈറ്റ് ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ കിക്സ് കൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ അങ്കലൈവ് ഒബിയസ്ലി പെരേര ഫൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡിഫൻസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേ ജോണി വാക്കർ ഫൈറ്റിൽ വന്നപ്പോഴത്തേക്കും അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ഇല്ല കിക്ക് വരുമ്പോഴത്തേക്കില്ല കാല് പൊക്കിയിട്ട് ഹാങ് ചെയ്ത് നിർത്തുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെ അത് നമ്മൾ കണ്ടായിരുന്നു. ജോണി വാക്കർ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ, ഈ ലെഗിൻ്റെ വീക്ക്നെസ് അറിഞ്ഞുകൊണ്ട് വന്ന പോലെ ആയിരുന്നു. അതായത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കിക്ക് ചെയ്യാൻ നോക്കുന്ന രീതിയിലായിരുന്നു. അങ്ങനെ അന്നേരം കിക്ക്, പക്ഷേ എന്നാലും ബോക്സിങ് സ്റ്റാൻസിൽ നിൽക്കുകയാണെങ്കിൽ കിക്ക് കുറച്ച് കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളെല്ലാവരും ഈ ട്വിറ്ററിൽ കണ്ട പോലെ തന്നെ അങ്കലൈവ് സ്ട്രൈക്ക് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തോ എനിക്കത് തോന്നുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്കലൈവ് സ്ട്രൈക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പെരേരയ്ക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്കലൈവ് ഒട്ടും മോശം സ്ട്രൈക്കർ അല്ലെങ്കിലും പെരേരയ്ക്ക് അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കെ, അങ്കലൈവ് ഇതുപോലെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് ക്ലെയിം ചെയ്യും. അവസാനം പെരേര അങ്കലൈവും കൂടെ സ്ട്രൈക്ക് ചെയ്യാനൊരു എഗ്രിമെൻറ്റിലെത്തും. അവസാനം ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് അങ്കലൈവ് നേരെ പോയി റെസ്ൽ ചെയ്യാൻ നോക്കും. അലക്സ് പെരേര കൺവിൻസ്ഡായി. പുതിയ കൺവിൻസിങ് സ്റ്റാർ അങ്കലൈവ് ഒന്നും ആയിരിക്കത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്കലൈവ് നേരെ പോയി റെസ്ൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അങ്കലൈവ് ഈ ലെഗ് കിക്ക് ഡിഫൻസ് അത്യാവശ്യം കൂട്ടിയില്ലെങ്കിൽ പണി കൂട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ പെരേര വേഴ്സസ് ഇസി ഫൈറ്റിലോട്ട് വരികയാണെങ്കിൽ, ഇസി പെരേര KO ആക്കിയൊരു സംഭവമില്ലേ, അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇസി കയറി കൗണ്ടർ സ്ട്രൈക്ക് ചെയ്തതാണ്. അങ്കലൈവ് അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ആ ഒരു പെരേര സ്ഥിരം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, മറ്റേ ഖലീൽ റൗണ്ടറി ചെയ്ത പോലെ ആ ഒരു പോക്കറ്റിൽ കൊണ്ട് ആ ഒരു കേജിനോട് ചേർത്ത് ഇടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ,
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്കലാവ് കിടിലമായിട്ട് കയറി കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യും, അതിനെ കയറി റെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം എനിക്ക് എന്തുമായാലും അങ്കലാവ് തിരിച്ച് കയറി കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യും. അതിന് അവിടെ ഒരു ഇഷ്യൂ ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ റെസ്ലിങ്ങിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ പെരേര വലിയ റെസ്ലറോ അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ലെങ്കിലും ഇപ്പം ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെരേര അങ്ങനെ കിടന്നിടിയും അങ്ങനെ കാണത്തില്ല. അതായത് ഗ്രൗണ്ടിൽ പോവും, പക്ഷേ പെരേര വലിയ സൈസുള്ള ആളല്ലേ, അതുകൊണ്ട് തന്നെ കിടന്ന് ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ചെയ്യാനൊന്നും പെരേര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈക്ക് നല്ല റീച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഈ കൈ പിടിച്ച് വെക്കുക അതുപോലത്തെ ഓരോ പരിപാടികൾ നമ്മൾ കാണത്തില്ലേ, അതുകൊണ്ട് തന്നെ പെരേര ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന ടേക്ക് ഡൗൺ സ്പാം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എനിവേ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടൊരു രണ്ടു പേർക്കും അത്ര ഈസി ഫൈറ്റ് അല്ല. പക്ഷേ സ്റ്റൈലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ അങ്കലാവ് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അന്നേരം പെരേര ശരിക്കും തോക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഡെസിഷനിൽ പോകുമ്പോഴത്തേക്ക് അങ്കലാവ് ജയിക്കുമെന്നാണ്. അതിനുള്ള സംഭവങ്ങളൊക്കെ അങ്കലാവിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് KO ആവണം. നമ്മളങ്ങനെ അങ്കലാവിൻ്റെ ഒരു വീക്സിൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്കലാവിൻ്റെ തോൽവെന്ന് പറയാനാണെങ്കിൽ ഒന്ന് പോൾ ക്രീഗായിട്ടൊരു ഫൈറ്റിലാണ്. അത് അങ്കലാവ് ഡോമിനേറ്റ് ചെയ്തിട്ട് അവസാനം പോൾ ക്രീഗ് കയറി സബ്മിറ്റ് ചെയ്ത്. അന്നേരം അല്ലാതെ പിന്നെ വേറെ ഡിഫീറ്റ് ഒന്നുമില്ല. പിന്നെ ജോണി വാക്കറുമായിട്ടൊരു നോക്ക് കോൺടെസ്റ്റ് ഉണ്ട്, പിന്നെ യാൻ ബ്ലഹോവിക്കുമായിട്ടൊരു ടൈ ഉണ്ട്. അല്ലാതെ ബാക്കി അങ്കലാവിന് തോൽവി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെരേരയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ ഈസി കയറി KO ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മിഡിൽ വെയ്റ്റിലാണ്, അതൊരു വെയിറ്റ് കട്ടിൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അത്യാവശ്യം ചിഹ്നമുണ്ട് അലക്സ് പെരേരയ്ക്ക്. പിന്നെ അതൊക്കെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റ് കുറച്ച് വിയേഡാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് അങ്കലാവ് പെരേരയെ ഡീത്രോൺ ചെയ്യുമെന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം, ആര് ജയിക്കും നമുക്ക് നോക്കാം. ഫൈറ്റ് നടക്കാൻ ഇനിയും സമയമുണ്ട്. ആരും പുൾ ഔട്ട് ചെയ്തിരുന്നാൽ കൊള്ളായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കുമെന്ന് കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് ജയിക്കുമെന്ന് അത് നിങ്ങളുടെ ക്ലെയിം ബാക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് നമുക്ക് ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എടുത്ത് ഞാൻ സംസാരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളിനി ഏതെങ്കിലും ടോപ്പിക്സിൽ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. അടുത്ത വീഡിയോ മിക്കവാറും ഒരു ആസ്പിരൽ വേഴ്സസ് ജോൺ ജോൺസ് വീഡിയോ ആയിരിക്കും. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.